ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക ചരിത്രത്തെക്കുറിച്ചാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ മെയിൻ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പം എന്തൊക്കെയാണ് അതിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയ വർഷം 1492. ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെ ജനങ്ങളെ വിളിച്ച പേര് റെഡ് ഇന്ത്യൻസ്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയുടെ കിഴക്കേ തീരത്ത് കുടിയേറി പാർത്ത ഇംഗ്ലീഷ് ജനത തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കുടിയേറി പാർത്തത് 1620. തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ട കപ്പൽ മേ ഫ്ലവർ. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യം അമേരിക്ക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി തോമസ് പെയിൻ. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താൽപര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? അമേരിക്ക. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് തോമസ് പെയിൻ. 1764 ഇംഗ്ലീഷ് പാർലമെന്റ് അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ചുമത്തിയ നികുതി പഞ്ചസാര നികുതി. കറൻസി ആക്ട് പാസാക്കിയ വർഷം 1764. സ്റ്റാമ്പ് നിയമം പാസാക്കിയ വർഷം 1765. ടൗൺഷെന്റ് നിയമം പാസാക്കിയ വർഷം 1767. കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1774. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഫിലാഡൽഫിയ. കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം 1776 ജൂലൈ 4. ജോർജ് വാഷിംഗ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് സേനാ നായകൻ ചാൾസ് കോൺവാലീസ്. ഇംഗ്ലണ്ടും വടക്കേ അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ച വർഷം 1781. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധി പാരീസ് ഉടമ്പടി. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ്.